പ്രകൃതി രമണീയമായ സ്ഥലം. മഴക്കാലത്താണ് വരേണ്ടത്. പുലി ഇതിനകത്തോടെ ഞാൻ സംസാരിക്കാതെ സംസാരിച്ച കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് ചാനലല്ലേ? ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനെ കാശുണ്ടാക്കട്ടെ തെണ്ടി. ഞങ്ങള് സംസാരിച്ചു കാശ് ആരാണ് ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? ആ 800 പതക്കെ പമ്പറിച്ചാതാ ആന അവിടെ ഉണ്ടാ. നിന്റെ സൗണ്ട് ഉണ്ട് ഇപ്പൊ. ഞാൻ ഒരു കാര്യമില്ലാട്ടോ. നമ്മള് തട്ടേക്കാട് എത്തിയിട്ടുണ്ട്. ഏകദേശം നല്ല ഒരുപാട് വെള്ളം ഒരുപാട് പക്ഷികളുള്ള സ്ഥലം തന്നെയാണ്. മറ്റു ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്റ്റോറിയില. അല്ലെങ്കിൽ തെറിയുടെ പെരുന്നാളായിരിക്കും. അജി ചന്ദനക്കുളത്തിനെ കുറിച്ച് പരാമർശിച്ചേക്കട്ടാ. മൃഗങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ടെന്നോ. ഡാം അടച്ചിട്ടേക്കല്ലേ കയറി കയറി കിടക്കണോണ്ട് നമുക്ക് നമ്മള് ഏകദേശം തട്ടേക്കാട് കഴിഞ്ഞിട്ടുണ്ട്. അജിയും കൂടി ഒറ്റയ്ക്ക് കാണാതിരുന്നു. നിങ്ങളെ പൈസ കിട്ടി തുടങ്ങുമ്പോ ഞങ്ങളെ വിളിച്ചായി. മല ഉണങ്ങി കിടക്കോട്ടെ. മലയെ കൂടെ കാല നടപ്പണി അറിയാൻ പറ്റും. മാമലക്കണ്ടം റൂട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വലിയ സീനൊന്നും ഇവിടെ ഏകദേശം എപ്പോഴും ആനകൾ യൂട്യൂബർ സലാം. ഇത് യൂട്യൂബർ ജിബില് യൂട്യൂബർ മസൂദ. നമ്മൾ മാമലക്കണ്ടം പറയുന്ന അത്രയും കട്ട് ചെയ്താൽ വെള്ളം മേടിച്ചില്ല പണ്ടത്ര കാണിച്ചു. ഒന്നും വാങ്ങിച്ചല്ലോ. ഞാൻ പറഞ്ഞതാ സംസാരിച്ചേ നമ്മുടെ ചാനലില് ഒരു നൊസ്റ്റാൾജിയ ആനപ്പിണ്ടം കൊടുക്കും. ആനപ്പെണ്ണം കാണാത്തോരല്ലോ. ആന ഇല്ലാന്ന് പറയുന്നില്ല ഒരിക്കലും. അത് ഇവിടെ തോടൊക്കെ ഉണ്ട് കേട്ടാ. മോനെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കണ ആന ഒരു പറയണ എങ്കിലും കേൾക്കാം. എല്ലായിടത്തിലും മറ്റേ വണ്ടി ഉണ്ടല്ലോ. പഴയ വണ്ടി കണ്ടല്ലോ. ഇവിടെ നിർത്തണ വണ്ടി മേലെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഇടാനുള്ള വണ്ടിയുടെ ആ സൗകര്യം വേണം. വേറെ വണ്ടിയാണ് നമ്മൾ വിടും. ശരിയാ. ബൈക്കായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ബൈക്കാണ്. ബൈക്കാട്ടോ നല്ലത്, കാറല്ല നല്ലത്. കാര്യം വഴി ബുദ്ധിമുട്ടാ. വണ്ടി ഒതുക്കാൻ സ്ഥലമല്ല. എഡ്ജ് വീണ വണ്ടി എന്ത് ചെയ്യും? വീഡിയോ എടുക്കുമ്പോ വെട്ടിക്കരുതില്ല. കൈ എങ്ങനെയെങ്കിലും അത് നീ ശ്രദ്ധിക്കണം. നീ വണ്ടി വെട്ടിക്കാണ്ടിരുന്നേ. കാടൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് ആനക്കിട്ട് അറിയാതെ വെള്ളമൊക്കെ പറ്റി കിടക്കണ ഇതൊക്കെ വെള്ളം പോണിയാണെന്നില്ല. ഇതിലൂടെ അന്ന് വെള്ളം ഉണ്ടായിരുന്നു. ശിവലി കറക്കണ്ട വെള്ളത്തിൽ കിടന്നു. ഇവിടെ അല്ല ഇവിടെയാണ് മണ്ട. പ്രൈവറ്റ് വണ്ടി പോണല്ലേ? പോയ ഇതിലല്ലേ പോയത്. ഇതാ കയറ്റം. ഓണടിക്കണ ആന കണ്ടിട്ടൊക്കെ എങ്ങനെ കാണാൻ പറ്റില്ല. വണ്ടിക്ക് തന്നെ ആന അവിടെ നിൽക്കുള്ളൂ. കുറെ നേരമായാലോ പിടിച്ചോണ്ടിരിക്കേണ്ട നിർത്താമോ വന്നത്. നല്ല രസമുണ്ട് വീഡിയോയിൽ കാണാൻ സ്ഥലം. രാമാരെ ഒതുക്കിയാ കേറിക്കോ. നീ കേറിക്കോ. ആന ഒതുക്കി പോന്നതാ കണ്ട. അമ്മാര് അവിടെ നിന്ന് ചാടിച്ചു കൂടി പറഞ്ഞു വിടും. കോട്ട കെട്ടി വിടും. ക്ലാസ് ആനക്ക് കാണാതെ അതല്ല പുറത്ത് കേൾക്കും. ഈ ആനനെ വിളിച്ചു വരുത്തല്ലേ. ഏർമാടത്തിൽ കയറാൻ പറ്റില്ലടാ. ഏർമാടത്തിന്റെ ഒക്കെ വീഡിയോ കിട്ടാം. ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ. നല്ല പ്ലേസ് ഉള്ളത്.
കണ്ടൽമാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണത്. മിസാബ്. അന്തരീക്ഷം നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ കാടൊക്കെ ഒരുപാട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് ആനയൊക്കെ വരാൻ ചാൻസ് വളരെ കുറവാണ് ഈ സമയത്ത്. വൈകിട്ട് സമയങ്ങളിലൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ ആനകൾ. വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആനകളുണ്ടാവും. ആന ഉണ്ടാവും, പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല, ഭാഗ്യം അനുസരിച്ചിരിക്കും. റോഡ് നല്ല ഓഫ് റോഡാണ്. കടുവ മരത്തെ കയറണം. പുലി ഇതിനകത്തോടെ ചുന്നും ഓട്ടി കയറും. മാടത്തിൽ വലിയ കാര്യമായിട്ട് സേഫ് ആയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കണ്ടിട്ട് പുലി അങ്ങനെ അങ്ങനെ സൂം ചെയ്യും. അപ്പോൾ എന്ത് വലിയ വസ്തുവായിട്ട് തോന്നുന്നു. അത് വണ്ടിയാണ്. ആണോ? ബ്രേക്ക് പിടിച്ചതിൻ്റെ ആണോ? ഓണടിച്ചതിൻ്റെ വണ്ടി ഏതാ? പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ ആ റൂട്ട് വളരെ കുറവായിരിക്കും ആളുകൾ ഇന്നൊക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഡേ അല്ലേ. സൺഡേ ഒക്കെ കൂടുമ്പോൾ ആനകൾ കയറി വരാൻ ചാൻസ്. ഒരുപാട് വണ്ടി കിടപ്പുണ്ടായിരുന്നു. അത് ഞായറാഴ്ച ഇനി എന്താ കയറ്റം? ടയർ പഞ്ചറായിരുന്നു. പിന്നെ ഹിന്ദി കൊണ്ടാനും കൂടി പറ്റില്ല. ഇത് ഊരണ്ട, അത് പഞ്ചറോടിച്ചിട്ടു. സാനാട്ടോ ഭയങ്കര ആന. അത്രയും കയറാൻ പറ്റൂല മോനെ, പണിയാവും. അതെന്തത്? പരുന്തിന്റെ കൂടാ. പരുന്തിനെ കൂടുന്നല്ല, ഒരു പരുന്താ അത്. കാണണ്ട, നല്ല മൊത്തമായ സാധന, കറുത്ത കരിന്താ അത്. വീഡിയോ പറക്കണ കാണാലോ. താന്നൂർ റൂട്ടോ. ഇതാണ് മാമലക്കണ്ടം സ്കൂൾ. ഏത്? മാമലക്കണ്ടം സ്കൂളാണ്. എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടം സ്കൂൾ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. എത്ര മനോഹരമായ കാഴ്ചകൾ. എല്ലാവരും വരൂ, എല്ലാവരും വരൂ, വന്ന് കാണൂ, ആസ്വദിക്കൂ. ഇതാണ് എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടം സ്കൂൾ കേട്ടോ. എറണാകുളം ജില്ല അവസാനിക്കുന്നത് ഇവിടെയാണ്.